ഹായ് ഡിയർ ബിസിനസ് ഓണേഴ്സ്, ഒരു ഡയറിയും പെന്നും ഒക്കെ ആയിട്ടൊന്ന് റെഡി ആയിട്ടിരുന്നു. നിങ്ങളുടെ പെർഫോമൻസിനെ കില്ല് ചെയ്യുന്ന പെർഫോമൻസ് വൈറസുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നു. ഐ എം അരുൺ വിക്രം, നിങ്ങളുടെ സ്വന്തം ബിസിനസ് കോച്ച് ആൻഡ് 11x ഗ്രോത്ത് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വൈറസുകളൊക്കെ കടന്നുകൂടിയാൽ നമ്മൾ ഡൗൺ ആവാറുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു മൊമെൻറ്റത്തിനെ അത് നഷ്ടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു ബിസിനസ് ഓണറിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ മെൻ്റൽ ടഫ്നെസ് ആണ്. ഒരു ടഫായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഉള്ള ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പല റൈറ്റ് ഡിസിഷൻസ് എടുക്കാനും മുന്നോട്ട് പല രീതിയിലും കാര്യങ്ങളുടെ സ്പീഡ് കൂട്ടാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നിങ്ങളുടെ പെർഫോമൻസിനെ കില്ല് ചെയ്യുന്ന പെർഫോമൻസ് വൈറസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡയറിയിലേക്ക് ഒന്ന് എഴുതി നോക്കിക്കേ. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യൂ. നിങ്ങളുടെ മൈൻഡിലൂടെ പോയിട്ടുള്ള എല്ലാ പെർഫോമൻസ് വൈറസുകളെയും കില്ല് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ ബാധിക്കുന്ന 3 പെർഫോമൻസ് വൈറസുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും, ഈ പെർഫോമൻസ് വൈറസുകളെ നമുക്ക് കില്ല് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. നമ്മൾ മലയാളീസിന് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഈ 3 പെർഫോമൻസ് വൈറസുകളാണ് MNP. എന്താണ് MNP? മടി, നാണം, പേടി. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം. നമുക്കറിയാം ഇത് തന്നെയാണ് ചലഞ്ച് എന്നുള്ളത്. എന്നാൽ ഈ 3 വൈറസുകളെ കില്ല് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ തീരുമാനിക്കുകയും ആക്ഷൻ എടുക്കുകയും വേണം. അപ്പോൾ മടി എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള മടികളുണ്ടാവും. ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ക്വാർട്ടറിലേക്കുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് തന്നെ ഒരുപാട് നാളുകളായി. ഓൾറെഡി 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവും, 2 മാസം കൂടി ഉള്ളൂ ഒരു ക്വാർട്ടർ അവസാനിക്കാൻ. എന്നിട്ടും എന്ത് തുടങ്ങിയിട്ടില്ല? സ്ട്രാറ്റജി ബിൽഡിങ് നിങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഒരു സുഹൃത്തോ അതല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റോ അതല്ലെങ്കിൽ ഒരു ടീം മെമ്പറോ വന്നതിന് ശേഷം തുടങ്ങാം എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് കൃത്യമായിട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് പല ദിവസങ്ങളായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ പല ഡിസിഷൻസും നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് കൊടുക്കാനായിട്ട് നിങ്ങളിടുന്ന ഡിലേ, ഇതെല്ലാം നിങ്ങളുടെ മടി കാരണം നിങ്ങളുടെ ഓർഗനൈസേഷനെ കില്ല് ചെയ്യാനായിട്ടുള്ള വൈറസുകളായി മാറുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഇനി നമുക്കറിയാം, നാണം. ബാക്കിയുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു നാണം മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് അവിടെ നിലച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് എല്ലാ നാണവും ബ്രേക്ക് ചെയ്തുകൊണ്ട് ആക്ഷൻ ടേക്കേഴ്സായി മാറുക എന്നുള്ളത് നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റിയിൽ വരേണ്ട കാര്യമാണ്. ഇനി നമുക്കറിയാം, പല കാര്യങ്ങൾക്കും നമുക്ക് എന്താണ്? പേടിയാണ്. ഒരു ഹൈ ടിക്കറ്റ് സെയിൽസിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അവൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ആളുകളെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള പല പേടികളും കാരണം നമ്മളുടെ ബിസിനസ് മുരടിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ 3 വൈറസുകളെയും മടി, നാണം, പേടി കില്ല് ചെയ്തുകൊണ്ട് ആക്ഷൻ ടേക്കേഴ്സ് ആയിട്ട് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആക്ഷൻ ടേക്കേഴ്സ് ആർ മണി മേക്കേഴ്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഗ്രോയിങ്.